ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഭരിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതി എന്ന് പറയുമ്പോൾ അത് ഏത് നല്ല രീതിയാണ് എന്നുള്ളത് നല്ല രീതിയാണ്, അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ പൊള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ ഏറ്റവും പുതിയ ഒരു പൊള്ളൽ കൂടി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. കാരണം ഒരു വലിയ അഴിമതി അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ ദിവസങ്ങളെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ, ഇപ്പം വീണ്ടും ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു അഴിമതി നടന്നു എന്ന് കേൾക്കുന്നത്. എന്താണെന്നൊക്കെ അറിയോ? അതെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വിഷയം വെച്ച് നമുക്ക് നോക്കുമ്പോൾ പൊതുവെ ഈ 8 വർഷമായി നമ്മുടെ സഖാവ് പി വിജയൻ കേരള മുഖ്യമന്ത്രിയായിട്ട്. ഇപ്പോൾ നമുക്ക് ഓരോ സംഭവം നമ്മൾ പരിശോധിച്ചാലും ആത്മാർത്ഥമായി സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല. അവർ സത്യസന്ധമായി ജോലി ചെയ്യുമ്പോൾ പല ഇവിടെ പാർട്ടിപരമായി ഉണ്ടാകുന്ന ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, പണ്ട് മുതലേ ഉള്ളതാണ്. അതെല്ലാം ഇപ്പം പൂർവാധികം ശക്തിയോടെ നടക്കുന്നുണ്ട്. എത്ര ഇതെല്ലാം നാട്ടുകാരും മാധ്യമങ്ങളും പൊക്കിയാലും വീണ്ടും അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥാനഭ്രംശമുണ്ടാവും. അതിൻ്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു റിപ്പോർട്ടാണ് നമ്മുടെ PRD ഡയറക്ടർ TV സുഭാഷിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനായി വളരെ PRD ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള സമ്മർദ്ദം വളരെയധികം കൂടുന്നു. ഭീഷണിയാണ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഭീഷണിപ്പെടുത്തുകയാണ് ഒരു ബില്ല് മാറാത്തതിന്റെ പേരിൽ. ബില്ല് എന്തിനാണ്, എന്തിന്റെ ബില്ലാണത്? ഈ നവകേരള യാത്ര, കേരളീയം തുടങ്ങി ഈ LDF സർക്കാരിന്റെ സെൽഫ് പ്രൊമോട്ടിംഗ് പരിപാടികൾ, നമ്മുടെ ഖജനാവിലെ പൈസ മുടക്കി അവരുടെ സർക്കാരിന്റെ പ്രൊമോഷൻ നടത്തുന്ന കുറേ പരിപാടികളുണ്ട്. ഈ പരിപാടികളുടെ ലൈവ് ടെലികാസ്റ്റിങ്ങിനായിട്ട് ഒരു സോഷ്യൽ മീഡിയ പോർട്ടലിന് അവർ കൊടുത്തിരുന്നു. എന്നാൽ ഈ സർക്കാരിന്റെ പരിപാടികൾ ചെയ്യുമ്പോൾ എന്താണ്, അതിന് ടെൻഡർ വിളിക്കണം, അങ്ങനൊരു നടപടിയുണ്ട്. പൊതുവെ ഇങ്ങനത്തെ ഈ പരിപാടികൾക്കൊന്നും അതൊന്നും നടത്താറില്ല. പൊതുവെ ഈ പരിപാടികൾ നടത്തുന്നത് തന്നെ അതിനിടയിൽ കൂടി ഇങ്ങനെയുള്ള കുറേ ഉടായ്പ വിദ്യകൾ കൂടെ കാണിക്കാൻ വേണ്ടി കുറേ പേർക്ക് അതിൽ കാശുണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അതിനാരെങ്കിലും എതിർത്താൽ അത് പാർട്ടിയെ നശിപ്പിക്കാൻ, കേരളത്തെ നശിപ്പിക്കാൻ എന്ന ആരോപണങ്ങളുണ്ട്. അതുപോലെ ആ ഒരു പോർട്ടലിന് ഇവർ സംപ്രേഷണം കൊടുത്തു, ലൈവ് ടെലികാസ്റ്റിംഗ്. അപ്പോൾ ഈ പോർട്ടലിൻ്റെ ആൾക്കാരെല്ലാം ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ചിലവുകളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെയാണ് നടന്നത്. ഇതിൻ്റെ ബില്ലുകൾ പാസ്സാക്കാൻ പോയപ്പോഴാണ് ഈ PRD ഡയറക്ടർ പറഞ്ഞു ഇത് പാസ്സാക്കാൻ പറ്റില്ല. പുള്ളി നിയമവിധേയമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്തത്. അപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് ചില്ലറക്കാരുടെ ഒന്നും അല്ല, അതുകൊണ്ട് ഇത് തൊട്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഭീഷണി ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് മറ്റുള്ളവരോട് പറയാൻ വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട, പക്ഷെ അവർ മറ്റുള്ളവരോട് വിരട്ടലും വിലപേശലും എല്ലാം നടത്തും. അതാണ് ഇപ്പം ഏറ്റവും ഒടുവിലും പുറത്തു വന്നിരിക്കുന്ന വാർത്ത. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ഇതിനായിട്ട് തന്നെ ഇറങ്ങിയ ആളുകളാണോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഒരു പരിധിയൊക്കെ ഇല്ലേടെ ഏതൊരു ചോദ്യമില്ലേ? എന്താണെന്ന് വെച്ചാൽ ഈ കേരളീയവും അതുപോലെ തന്നെ എന്താണ് നവകേരള സദസ്സ്, ഈ നവകേരള സദസ്സ് എന്തിനാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് നടത്തിയതെന്നാണ് സർക്കാരിൻ്റെ വാദം. ഈ നവകേരള സദസ്സിൽ കിട്ടിയ എത്ര പരാതികൾ പരിഹരിച്ചു എന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പുറകെ നടന്ന ആളുകളും ഒക്കെ ഒന്ന് അന്വേഷിച്ചാൽ ഭയങ്കര രസകരമായിരിക്കും സംഗതി. കാരണം അന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരു വലിയ പന്തലിടുകയും വലിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ രാജാവിനെയും പരിവാരങ്ങളെയും പോലെ വന്നിറങ്ങി ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട്, ഞാനടക്കം ആ പരിപാടി ഷൂട്ട് ചെയ്യാൻ പോയ ഒരാളാണ്. ആ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ പരിപാടിയിൽ വന്നു നിൽക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, എന്താണ് ഞങ്ങളുടെ ശക്തി ഇതാണ് എന്ന് പറയുന്നു. കുറേ ആളുകളെ മുഖ്യമന്ത്രി നേരിട്ട് പരാതി ഒന്നും വാങ്ങുന്നില്ല, എന്താണ് ഒരു കൗണ്ടർ കെട്ടിയ കൗണ്ടറിനുള്ളിൽ നിന്ന് പരാതി വാങ്ങുന്ന ഒരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പരാതി തീർച്ചയായിട്ടും അതിൽ കൊടുത്ത ഭൂരിഭാഗം പരാതികളും ഇപ്പോഴും തീർപ്പാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കുറേ അധികം പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ട്, ഇനിയും ഒരുപാട് പരാതികൾ. ഒരു സംശയം പറഞ്ഞോട്ടെ, ഈ തീർപ്പാക്കിയ പരാതികളെല്ലാം ചിലപ്പോൾ അവർക്ക് തീർപ്പാക്കേണ്ടതായിരിക്കും, അതായിരിക്കാം, പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും പരാതികൾ അവരൊക്കെ തീർപ്പാക്കിയിട്ടുണ്ട്, പക്ഷേ ഇനിയും ഒരുപാട് തീർപ്പാക്കാനുണ്ട്. അതിൻ്റെ ഒരു തരത്തിലുള്ള വിവരങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും സർക്കാർ പറയുന്നില്ല. രണ്ടാമത്തത്, എന്തിനാണ് ഈ നവകേരള സദസ്സ് നടത്തിയത്? നവകേരള സദസ്സ് നടത്തിയത് സർക്കാരിൻ്റെ ഒരു സെൽഫ് പ്രൊമോഷൻ പരിപാടി മാത്രമാണ്. അത് ജനങ്ങൾക്ക് കാര്യമായൊരു ഉപകാരം അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി സർക്കാർ പൊട്ടിച്ചു കളഞ്ഞത്. മാത്രമല്ല അവിടുത്തെ ഈ CPM-ന്റെ പാർട്ടി അതുപോലെ തന്നെ ബഹുജനങ്ങൾ ഇവരോടൊക്കെ തന്നെ പൈസ പിരിക്കുകയും, ഒരു സർക്കാർ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് പൈസ പിരിക്കുകയും, സ്കൂളിൻ്റെ മതിലൊക്കെ ഇടിച്ചു നിരത്തി ആ വേദി മുഖ്യമന്ത്രിക്ക് പോകാൻ വേണ്ടി വേദിയില്ല, അപ്പം മതിലിടിച്ച് നിരത്തി അവിടെ മതിൽ തിരിച്ച് കെട്ടിക്കൊടുത്തു. ഇതാണ് ഇവർ ചെയ്ത കാര്യം. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളടക്കം ചെയ്തുകൊണ്ടാണ് ഈ നവകേരള സദസ്സ് അവർ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം നവകേരള സദസ്സും അതുപോലെ തന്നെ ഈ എന്താണ് കേരളീയം, അതുപോലെ തന്നെ ഇപ്പം വേറൊരു ഈ പ്രവാസികളുടെ ഒരു മീറ്റിംഗ് ഇവർ സംഘടിപ്പിക്കാറുണ്ട്.
ലോക കേരള സഭ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ഈ പ്രതിപക്ഷ നേതാവടക്കം ഇപ്പോൾ ഇപ്രാവശ്യം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ സംഘടിപ്പിക്കുന്നത്, എന്തെങ്കിലും കാര്യമുണ്ടോ? അതെ, ഫണ്ട് മുഖ്യം ബിഗിലെ, അതാണ് സംഭവം. അപ്പം ഇതൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഈ കേരളീയത്തിനും നവകേരള സദസ്സിനും ഒക്കെയായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിപ്പോൾ മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കാനായാലും സർക്കാരിന് ഔദ്യോഗികമായിട്ടുള്ള എന്താണ് PRD വഴിയുള്ള ഇതുണ്ട്, എന്താണ് അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. PRDക്ക് സ്വന്തമായിട്ട് ഈ ടീമുകളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇനി അതില്ലെങ്കിൽ പോലും അവർ ഒരു പുതിയ ടീമിനെ ഏൽപ്പിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഇവിടെ എന്താണ് ഒരു ചാനലിന് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ചാനൽ കൊടുക്കുമ്പോൾ തന്നെ ഇത് ആർക്കാണ് കൊടുത്തത് എന്നുള്ള ഏറ്റവും പ്രധാനം. നമ്മളിപ്പോൾ വിചാരിക്കും ആ കൊടുത്ത് ഓക്കെ, ഇപ്പോൾ കൊടുത്തത് അങ്ങനെ ഉള്ള ഒരു സാധാരണ ആൾക്കാർക്കൊന്നും അല്ല അത് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഒരു സാധാരണ ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു പോർട്ടൽ നടത്തിക്കൊണ്ട് പോകുന്ന ജീവിക്കാൻ വേണ്ടി കൊടുത്താണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം. ഇത് കൊടുത്തത് ഇപ്പോഴത്തെ CPMൻ്റെ നേതാവായി നിൽക്കുന്ന, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകന് തന്നെയാണ്. ഈ ഒരു അവർക്ക് മാത്രമല്ല അത് കിട്ടും. അതെ അതെ അതെ, മകന് തന്നെയാണ് ഈ ടെൻഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടെൻഡർ കൊടുത്തു, അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ചിലവടക്കം, അതായത് അവർക്ക് പ്രത്യേക ഡ്രസ് കോഡൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഉള്ളോട്ട് പിന്നെ എല്ലാം, അതായത് ഓഡിറ്റോറിയങ്ങളിലും അവർ നടത്തുന്ന പരിപാടികളും മുഖ്യമന്ത്രി നടത്തുന്ന പരിപാടികളൊക്കെ അവർ എടുത്ത് പുറത്തു കൊടുത്തുകൊണ്ടിരുന്നു. പലപ്പോഴും മാധ്യമങ്ങൾക്കൊന്നും തന്നെ ഇവരുടെ ഈ എന്താണ് ഈ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച, സമൂഹത്തിൽ പ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതായത് ഇടതുപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും സാധാരണക്കാരൻ്റെ പാർട്ടിയാണ്, ജനങ്ങളുടെ കർഷക തൊഴിലാളിയുടെയും മണ്ണിൽ പണിയെടുക്കുന്നവൻ്റെയും പാർട്ടിയാണ് എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് തന്നെ ഈ പ്രമുഖർ എന്ന് പറയുന്ന ആൾക്കാരോടൊപ്പം രാവിലെ ഭക്ഷണം കഴിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ട ഒരു സംഭവമാണ്. അപ്പം പറയും എന്താണ്, ഓക്കെ ഞങ്ങൾ കർഷക തൊഴിലാളികളുടെ പ്രശ്നം കേട്ടിട്ടുണ്ട്. ആരാണ് ഈ കർഷക തൊഴിലാളികളുടെ ഭാഗമായിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നാൽ കർഷക തൊഴിലാളി സംഘത്തിൻ്റെ അല്ലെങ്കിൽ കർഷക തൊഴിലാളി CPMൻ്റെ സംഘടനയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ വിളിക്കും. ഇവരാണ് കർഷക തൊഴിലാളികളുടെ പ്രതിനിധി. കർഷക തൊഴിലാളികൾ ഒന്നും അറിയുന്നില്ല. ഇതാണ് കർഷക തൊഴിലാളി ഒരു വിഭാഗത്തിലെ തൊഴിലാളികളും അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ഒന്നുമില്ല. ഇതാണ് ഇവരുടെ ഉഡായിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടുപോയൊരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയും ഭീമമായ ഒരു തുക കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇത് സംശയം തോന്നുകയാണ്. അപ്പം അദ്ദേഹം ഇത് എന്തിനാണ് പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടറോട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ഇതിങ്ങനെ ടെൻഡർ വിളിക്കാതെ കൊടുക്കാനുള്ള കാര്യം എന്താണ്, ഇതിന് എങ്ങനെയാണ് മറുപടി പറയുക, ഇത്രയും ഭീമമായ തുക എങ്ങനെ കൊടുക്കും? അതെ, അപ്പം ഒന്നാമത് അദ്ദേഹം നാളെ മറുപടി പറയേണ്ടി വരും. അദ്ദേഹത്തെ കസേര തീർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ. അപ്പോൾ അദ്ദേഹം കൃത്യമായി കാര്യം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിനെ മാറ്റണം എന്നുള്ള ആവശ്യങ്ങൾ വരുന്നു. എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കിയ തുക നേടിയെടുക്കണം, പ്രശ്നം ഉണ്ടാവരുത്. ഇദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കഴിയും. പക്ഷേ അവിടെയാണ് സംഭവിച്ചത്, ഈ ഇദ്ദേഹത്തിനെതിരെ നീങ്ങിയപ്പോൾ ചീഫ് സെക്രട്ടറി പക്ഷേ ഇദ്ദേഹത്തിന് അനുകൂലമായി, അതായത് TV സുഭാഷിന് അനുകൂലമായിട്ട് എന്താണ് നിലപാടെടുത്തു. അതോടുകൂടി സർക്കാർ വെട്ടിലായി. സർക്കാർ പറഞ്ഞു ഇപ്പം തൽക്കാലം അദ്ദേഹത്തെ മാറ്റേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ ആകെ പെട്ടു എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് സർക്കാർ നിൽക്കുന്നത്. അപ്പം എന്തായാലും വീണ്ടും ഈ PV അൻവർ ഉയർത്തി വിട്ടൊരു കൊടുങ്കാറ്റുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്മാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കരുവാക്കുന്നു, അദ്ദേഹത്തെ കുഴിയിൽ ചാടിക്കുകയാണ് എന്ന് തുടങ്ങി ADGP അജിത് കുമാറിൽ വരെ എത്തി നിൽക്കുന്ന അൻവറിൻ്റെ ആരോപണ ശരങ്ങളുണ്ട്. ആ ആരോപണ ശരങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലൊരു ആരോപണം കൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വരുന്നത് എന്നാണ്. അതായത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുന്നത്. മാത്രമല്ല ഇവിടെ വേറൊരു വിഷയം എന്ന് പറയുന്നത്, ഈ കേരളത്തിനകത്തുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും താൽക്കാലിക ജോലി കൊടുക്കുന്നിടത്തൊക്കെ തന്നെ അവിടെയൊക്കെ ഉള്ളത് ആരാണ്? CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകളെ തന്നെയാണ് ഇവിടെയൊക്കെ തിരികെ കയറ്റുന്നത്. മെഡിക്കൽ കോളേജുകളായിക്കോട്ടെ, ജില്ലാ ആശുപത്രികളായിക്കോട്ടെ, ഈ അതുപോലെ തന്നെ അംഗൻവാടികളോ, മറ്റൊരുപാട് സർക്കാർ സ്ഥാപനങ്ങളുടെ പേര് പലവിധ സർക്കാർ സ്ഥാപനങ്ങൾ താൽക്കാലികമായി കോൺട്രാക്റ്റിൽ കിട്ടുന്ന പല സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ കുടുംബശ്രീയുടെ കീഴിലുള്ള പല സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്, വിവിധ ബോർഡ് കോർപ്പറേഷൻ സ്ഥാപനങ്ങളുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇവർ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്താണ് താൽക്കാലികമായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റുക എന്നാണ്. ഇപ്പം PSCയുടെ ഭാഗമായിട്ട് PSC വിദ്യാർത്ഥികൾ ഇപ്പോൾ സമരത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ നിയമിക്കുന്ന രീതി മാറ്റണം. കാരണം അവിടെ മാനേജ്മെൻറ്റ് 10-25 ലക്ഷം വാങ്ങിയിട്ട് ഒരുപാട് ഇപ്പം നായർ സർവീസ് സൊസൈറ്റിയും SNDPയും പാർട്ടിയും അങ്ങനെ ഒരുപാട് പാർട്ടികളൊക്കെ സ്കൂളുകൾ നടത്തുന്നുണ്ട്, മാനേജർമാർ നടത്തുന്നുണ്ട്. ഇവർ പഠിച്ച് എന്തെങ്കിലും TTC കഴിഞ്ഞിട്ട് ജോലി, അതായത് പൈസയുള്ളവൻ എവിടെയും കയറാമെന്നുള്ള ഒരു രീതിയാണ്. പൈസ ഇല്ലാത്തവൻ PSCയും നോക്കിയിട്ട് ഇങ്ങനെ വർഷങ്ങളോളം കാലാവധി കഴിഞ്ഞ് തള്ളിപ്പോകുന്നൊരു ദയനീയമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പറയും നമ്മളെല്ലാം സമത്വമാണ്,
തുല്യരാണ്, നിയമത്തിന് എല്ലാവരും തുല്യരാണ് എന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ട PSC വിദ്യാർത്ഥികളുടെ കണ്ണുനീരിന് അറുതിയുണ്ടോ എന്ന് ചോദിച്ചാൽ അറുതിയില്ല എന്നാണ്. അവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി ഇരുന്ന് എന്താണ് ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശയന പ്രദർശനം, കൂട്ട ശയന പ്രദർശനം അവർ നടത്തി. അത് ഈ ഒരു ലിസ്റ്റിന്റെ കാര്യത്തിൽ, ഈ ഒരു കാര്യത്തിലല്ല, ഈ പല PSC പരീക്ഷ എഴുതി നിൽക്കുന്ന പല കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളുടെയും അവസ്ഥ അത് തന്നെയാണ്. അതെ പല കാറ്റഗറിയിലും പെട്ട പല വിഷയങ്ങളിലാണ് അവർ നടത്തിയത്. എന്നിട്ടും സർക്കാർ കാര്യമായിട്ടൊന്നും എടുത്തില്ല. കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് വലിയ അവരെ പോയി സോപ്പിടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെയും എന്താണ് പിന്നെയും എത്രയോ അധികം ലിസ്റ്റുകൾ വരുന്നു, തള്ളിപ്പോകുന്നു, വിളിക്കുന്നു, പിന്നെയും നീട്ടുന്നു, പിന്നെയും തള്ളിപ്പോകുന്നു. ഈ ഒരു രീതിയിലാണുള്ളത്. ഈ PSC വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് എന്താണ് സർക്കാർ ജോലിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, പൈസയുള്ളവൻ എവിടെയും കയറാം, അല്ലാത്തവൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ നാട് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം ഈ നമ്മൾ തന്നെ പറയുന്നു സമത്വം, എന്നിട്ട് ഇപ്പുറത്ത് അതല്ല നടപ്പിലാക്കുന്നത്. സത്യത്തിൽ ഒന്നും തന്നെ ഇവിടെ സമത്വത്തിൻ്റെ കീഴിലൊന്നും അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിൽ പോലും ജോലി എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അവിടെ പഠിച്ച് മെറിറ്റിൽ ഇറങ്ങി പരീക്ഷ എഴുതി നിൽക്കുന്നവൻ്റെ വിയർപ്പിനും അവൻ്റെ അധ്വാനത്തിനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാര്യത്തെ ഒന്നും മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്, താൽക്കാലികമായിട്ടുള്ള ഈ ഒരുപാട് നിയമനങ്ങൾ നടത്തുന്ന ഗവൺമെൻറ്, ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും ഇവർ താൽക്കാലിക നിയമനങ്ങൾ നടത്തുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് ആകുന്നു എന്നുള്ളതാണ്. കാരണം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ തൊഴിലാളി വർഗത്തിൻ്റെ എന്ന് പറയപ്പെടുന്ന അവകാശപ്പെടുന്ന ആളുകൾ തന്നെ ഇത് ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നാണ് ചോദിക്കുക. എല്ലാവരെയും വിമർശിക്കും, അതോടൊപ്പം ഞങ്ങളാണ് സംരക്ഷകർ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ വിമർശിക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു, പരാതികൾ സ്വീകരിച്ചു. മുൻപ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. എത്രയോ ആളുകളാണ് അവിടെ വന്ന് പരാതി കൊടുക്കുകയും ആ സ്പോട്ടിൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് ഉമ്മൻചാണ്ടി പറയുന്നുണ്ടായിരുന്നു, അത് പരിഹരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിന്റെ പ്രശ്ന പരിഹാരം സ്പോട്ടിൽ തന്നെ അവർ പരിഹാരം നേടിപ്പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഇടതുപക്ഷക്കാർ പറഞ്ഞത് എന്തായിരുന്നു എന്നറിയാം, ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ജോലിയാണ് മുഖ്യമന്ത്രി അവിടെ വന്നിരുന്ന് ചെയ്യുന്നതെന്ന്. വില്ലേജ് ഓഫീസറെ കൊണ്ട് ചെയ്യാനുള്ള ആ ഒരു കരുത്താണ് അദ്ദേഹം കാണിച്ചത്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഇരട്ടച്ചങ്കൻ ആരാ യഥാർത്ഥത്തിൽ? അതൊരു ചോദ്യമാണ് അല്ലേ? അതൊരു ചോദ്യമാണ്. പേരിൽ മാത്രമല്ല. അതെ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമാകുമ്പോൾ നമുക്ക് പറയാനുള്ളത്, കാരണം ഈ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് PV അൻവർ ഒരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മാറിയിരിക്കുന്നു. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് പരാതികൾ അറിയിക്കാൻ വേണ്ടി, പോലീസിനെതിരെയും ഉള്ള ഇത്തരം ക്രമക്കേടുകൾ അറിയിക്കാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി രാജിവെച്ച് പോകുന്നതാണ് നല്ലത്. കാരണം മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ഒരു MLA ആണ്, ഒരു സമാന്തര സർക്കാർ സംവിധാനത്തെ പോലെ പ്രവർത്തിച്ച് ഞാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും, അതെ ഇങ്ങോട്ട് വരൂ പരാതി പറയൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരാതികളുണ്ട്, ഞാനത് പരിഹരിക്കാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് സമാന്തര സർക്കാർ കളിക്കുമ്പോൾ ആരാണ് ഇരട്ടച്ചങ്കൻ എന്നുള്ള ചോദ്യം നേരെയാണ്. ഇപ്പൊ അൻവറാണ് ഇരട്ടച്ചങ്കൻ എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ പൂർണ്ണ പിന്തുണ. ഇവർ ആൾക്കാർ വിളിക്കുന്നത് നിങ്ങളൊരു സഖാവ് അല്ലെങ്കിലും ലാൽ സലാം പറയുന്നു, പലരും ഒന്ന് കമന്റ് ചെയ്യുന്നു. അതെ, ഇത് അൻവർ പുണ്യാളനല്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറയട്ടെ. പക്ഷേ എങ്കിലും ഇക്കാര്യത്തിൽ അൻവറിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. തീർച്ചയായും അംഗീകരിച്ചേ പറ്റുള്ളൂ. മാത്രമല്ല ഈ പറഞ്ഞ നേതാവ് ഒരു സ്വർണ്ണക്കള്ളക്കടത്തുമായി അല്ലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ഒരു നേതാവിൻ്റെ സഹോദരൻ്റെ മകനാണ് എന്നൊക്കെ അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ആരോപണങ്ങളാണ്. എന്തായാലും ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതും സത്യമാണ്. ഇത്തരത്തിലാണ് ഗവൺമെന്റിന്റെ പോക്കെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആർക്ക്? അവർക്ക്, ജനങ്ങൾക്കും. അതെ.